ഗുഡ് മോർണിംഗ്. +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 7 ഇൻറ്റഗ്രേഷൻ. ദിസ് ഇസ് പാർട്ട് 3. ഇന്ന് നമ്മളിവിടെ കവർ ചെയ്യുന്നത് 7.3 ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഫൈൻഡ് ഇൻറ്റഗ്രൽ 2x ഡിവൈഡ് ബൈ 1 + x² dx. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഒരുപാട് സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഫോമിലൊന്നുമല്ല ഈ പ്രോബ്ലം ഇരിക്കുന്നത്. ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ ഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഈ പ്രോബ്ലത്തിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും 1 + x² ഡെറിവേറ്റീവ് ആണ് 2x. 1ന്റെ ഡെറിവേറ്റീവ് 0, x² ഡെറിവേറ്റീവ് 2x ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് 1 + x² ഇസ് 2x. ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഇരിക്കുന്നത് ഇവിടെ ഒരു ഫംഗ്ഷൻ f ഓഫ് x ഉണ്ട്. അതിൻ്റെ ഡെറിവേറ്റീവ് f' ആണ് ന്യൂമറേറ്ററിൽ ഇരിക്കുന്നത്. അതായത് f' ഡിവൈഡഡ് ബൈ f ഓഫ് x, ആ ഫോമിലാണ് ഈ ഫംഗ്ഷൻ ഇരിക്കുന്നത്. ഈ ടൈപ്പ് ഫങ്ഷൻസ് വന്നാൽ നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഉപയോഗിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബ്ലത്തിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ, ഡിനോമിനേറ്ററിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. 1 + x² = t എന്ന് എടുക്കണം. ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 2x dx = dt എന്ന് കിട്ടും. അപ്പം നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് റിസൾട്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പറ്റൂ. സ്റ്റാൻഡേർഡ് റിസൾട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. ഇൻറ്റഗ്രൽ 1 dx is x + c. Integral of x raised to n dx is x raised to n + 1 divided by n + 1 + c. Integral of sin x dx is -cos x + c. Integral of cos x dx is sin x + c. Integral of sec² x dx is tan x + c. Integral of cosec² x dx is -cot x + c. Integral of sec x tan x dx is sec x + c. Integral of cosec x cot x dx is equal to -cosec x + c. Integral of 1/√(1 - x² dx is sin inverse x + c or -cos inverse x + c. Integral of dx divided by 1 + x² is tan inverse x + c or -cot inverse x + c. Integral of 1/x into √(x² - 1 dx is sec inverse x + c or -cosec inverse x + c. Integral of e raised to x dx is e raised to x + c. Integral of a raised to x dx is a raised to x by log a + c. Integral of 1/x dx is log x + c. ഇപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് നമ്മുടെ പ്രോബ്ലം കൺവേർട്ട് ചെയ്ത് വരും. ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ ഒന്നും കൂടി വന്നു. ഇൻറ്റഗ്രൽ ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 + x². ഡിനോമിനേറ്റർ f ഓഫ് x, ന്യൂമറേറ്റർ അതിൻ്റെ ഡെറിവേറ്റീവ് f'(x). ആ ഫോമിലാണ് ഇത് ഇരിക്കുന്നത്. f' ഓഫ് x ഡിവൈഡഡ് ബൈ f ഓഫ് x. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് f ഓഫ് x-നാണ്. 1 + x² സബ്സ്റ്റിറ്റ്യൂഷൻ t എന്ന് കൊടുക്കണം. 1 + x² is equal to t. Differentiating both sides, derivative of 1 0, derivative of x² 2x. So 2x is equal to dt by dx. Derivative of t with respect to x is dt by dx. So taking this dx to this side, we get 2x dx is equal to dt. അതായത് ഈ ന്യൂമറേറ്റർ 2x dxന് പകരം നമുക്ക് എന്താ കിട്ടുന്നത്? dt എന്ന് കിട്ടും. ഇപ്പം നമ്മൾ ഇനി ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കും. ഡെറിവേറ്റീവ് ഓഫ് 1 + x² is 2x dx എന്ന് എഴുതും. ഡെറിവേറ്റീവ് ഓഫ് t dt. ഈ സ്റ്റെപ്പ് ഡയറക്റ്റ് എഴുതും. ഓക്കെ, ഇവിടെ 1/1 + x² ഉണ്ട്. അത് 1/t ആയിട്ട് മാറും. 2x dxന് പകരം എന്താ എഴുതേണ്ടത്? dt എന്ന് എഴുതണം. സോ ഗിവൻ ഇൻറ്റഗ്രൽ ബിക്കംസ് 1/t dt. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വന്നു. Integral of 1/x dx is log x. So log t + c. ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ടിക്ക് പകരം 1 + x² തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. തിരിച്ച് എക്സിലേക്ക് തന്നെ ഫംഗ്ഷനെ കൊണ്ടുവരണം. ലോഗ് ഓഫ് 1 + x² + c. കൺവേർട്ട് t to x. കൺവേർട്ട് t to the form x. t is equal to 1 + x². So log of 1 + x² + c. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. തന്നിരിക്കുന്ന ഫംഗ്ഷനെ ശ്രദ്ധിച്ച് നോക്കുക. ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടാകും. ആ ഫംഗ്ഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ t കൊടുക്കേണ്ടത്. ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. Integration of certain functions cannot be obtained directly if they are not in the standard form, but they may be reduced to standard forms by proper substitution.
The method of finding an integral by reducing it to standard form by proper substitution is called integration by substitution. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ സ്യൂട്ടബിൾ ആയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്ന പ്രോബ്ലത്തിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ 6 ഫോംസ് ഉണ്ട്. 6 ഫോംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 3 ഫോംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇൻറ്റഗ്രൽസ് ഓഫ് ദ ഫോം എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു ടി. ഇവിടെ ഇരിക്കുന്ന എ എക്സ് പ്ലസ് ബിക്ക് ടി എന്ന് എടുക്കണം. ഇൻറ്റഗ്രൽസ് ഓഫ് ദ ഫോം എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ്. തൊട്ട് മുമ്പേ നമ്മൾ ചെയ്ത പ്രോബ്ലം ഈ ഫോമിലായിരുന്നു. എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അന്നേരം നമ്മൾ കൊടുക്കേണ്ടത് എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കണം. തേർഡ് വൺ, ഇൻറ്റഗ്രൽസ് ഓഫ് ദ ഫോം ഇൻറ്റഗ്രൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ജി ഓഫ് എക്സ് ഉണ്ട്, ജി ഡാഷ് ഓഫ് എക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കണം. ബാക്കി വരുന്ന 3 ഫോംസ് ആണിത്. ഇൻറ്റഗ്രൽസ് ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഏതിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി. ഫിഫ്ത്ത് വൺ, ഇൻറ്റഗ്രൽസ് ഓഫ് ദ ഫോം എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. ഇവിടെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എഫ് ഓഫ് എക്സിനാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് എടുക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. 1/√t ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് ഇൻറ്റഗ്രൽ കാണാൻ പറ്റും. സിക്സ്ത് വൺ, ഇൻറ്റഗ്രൽസ് ഓഫ് ദ ഫോം ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട്, എഫ് ഡാഷ് ഓഫ് എക്സ് ഉണ്ട്. എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം. ഇപ്പോൾ പൊതുവേ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടാകും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട പ്രോബ്ലത്തിലെല്ലാം ഒരു ഫംഗ്ഷൻ ഉണ്ടാകും, അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഡി ടി ആയിട്ട് വരും. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അതിനുശേഷം ടീനെ തിരിച്ച് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡിൽ 6 ഫോംസ്. നമുക്കിനി ഓരോ ഫോം എടുത്തിട്ടും അതിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫോംസ് എല്ലാം നന്നായിട്ട് മനസ്സിലാകും. ഫസ്റ്റ് വൺ, ഇൻറ്റഗ്രൽസ് ഓഫ് ദ ഫോം ഇൻറ്റഗ്രൽ എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഫോർ എക്സാമ്പിൾ, ഇൻറ്റഗ്രൽ എക്സ് പ്ലസ് 3 ഹോൾ റൈസ് ടു 4 ഡി എക്സ്. Integral of x raised to 4 നമുക്കറിയാം. Integral of x raised to 4 dx is x raised to 5 by 5 plus c. Integral of x raised to n is x raised to n plus 1 divided by n plus 1 plus c. പവർ ഒന്ന് കൂടും, ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. x raised to 5 by 5 plus c. പക്ഷേ ഇവിടെ x അല്ല ഇരിക്കുന്നത്, x plus 3 ആണ് ഇരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. x plus 3 equal to t എന്ന് കൊടുക്കണം. x plus 3 is equal to t. Derivative of x is 1, derivative of 3 constant 0. So 1 into dx is equal to dt or dx is equal to dt. ഇപ്പോൾ ഇവിടെ x plus 3 t ആണ് എടുത്തിരിക്കുന്നത്. So I is equal to integral t raised to 4 into dt. dxന് പകരം dt എടുക്കണം. വേരിയബിൾ കംപ്ലീറ്റ് നമ്മൾ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. Now integral of t raised to 4 dt is equal to t raised to 5 by 5 plus c. Now replace this t by x plus 3. So we get x plus 3 whole raised to 5 divided by 5 plus c. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇവിടെ വന്നിരിക്കുന്നത് f of ax plus b ഈ ഫോമിലാണ്. So put ax plus b equal to t. Second one, integral 2x plus 3 whole raised to 4 dx. Substitution is 2x plus 3 is equal to t. Differentiating both sides, derivative of 2x plus 3 is 2. Derivative of 2x is 2. Derivative of 3 is 0. So derivative is 2. 2 dx is equal to dt. So dx is equal to dt by 2. അപ്പോൾ ഇവിടെ dx മാത്രമാണ് ഇരിക്കുന്നത്. dx is equal to ഈ 2നെ ഇങ്ങോട്ടേക്ക് എടുക്കണം, dt by 2. So integral I is equal to, this is our t raised to 4 into dx is dt by 2. So t raised to 4 dt by 2. We can write 1 by 2 outside the integral. So 1 by 2. So 1 by 2 into integral t raised to 4 dt. Integral of t raised to 4 is t raised to 5 by 5 plus c. So 1 by 2 t raised to 5 by 5 plus c. Now replace t by 2x plus 3. So answer is
2x plus 3 whole raised to 5 divided by 2 into 5 is 10. So 2x plus 3 whole raised to 5 by 10 plus c. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇതാണ് മെത്തഡ്. ടു ഇൻറ്റഗ്രേറ്റ് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്, പുട്ട് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു ടി. Differentiating, we get a dx is equal to dt, dx is equal to dt by a. So given integral becomes integral f of t dt by a, that is 1 by a into integral f of t dt, which is in standard form. Then integrate this function. After integrating, rewrite the integral in terms of x. Integrate following functions with respect to x. First one, e raised to 2x plus 3. Substitution ഏതിനായിരിക്കും കൊടുക്കേണ്ടത്? e raised to 2x plus 3 ആണിരിക്കുന്നത്. 2x plus 3 equal to t എന്ന് എടുക്കണം. So derivative is 2 dx is equal to dt, dx is equal to dt by 2. So given integral is integral e raised to t, dx ന് പകരം dt by 2 എന്ന് എഴുതണം. So integral e raised to t dt by 2. Take 1 by 2 outside the integral. Integral of e raised to t dt is e raised to t plus c. So 1 by 2 e raised to t plus c. Now replace t by 2x plus 3. So answer is 1 by 2 e raised to 2x plus 3 plus c. Now second one, sec square. Integral sec square 7 minus 4x dx. So substitution is 7 minus 4x is equal to t. Derivative of 7 0, derivative of minus 4x is minus 4. So minus 4 dx is equal to dt. So dx is equal to dt by minus 4. So given integral becomes sec square. ഇതാണ് നമ്മൾ t എടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ t എന്ന് കൊടുത്തിരിക്കുന്നത്. Sec square t dx is dt by minus 4. Take minus 4 outside the integral. Minus 1 by 4 integral sec square t dt. Integral of sec square t is tan t. So minus 1 by 4 tan t plus c. Now replace t by 7 minus 4x. So answer is minus 1 by 4 tan 7 minus 4x plus c. 7 minus 4x ന് t എന്ന് കൊടുത്തു. അത് അവസാനം t ക്ക് പകരം 7 minus 4x തന്നെ എഴുതണം. Now third one, integral sin 2x minus 4 e raised to 3x dx. ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ 2x is equal to t, 2 dx is equal to dt വരും, dx is equal to dt by 2 എന്ന് വരും. ആ 2 ഇവിടെ ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം. ഇൻറ്റഗ്രൽ ഓഫ് സൈൻ 2x is മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2. ഡെറിവേറ്റീവ് ഓഫ് 2x is 2. ആ 2 ഇവിടെ ഡിവൈഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു 3x is ഇ റേസ് ടു 3x ബൈ 3. ഡെറിവേറ്റീവ് ഓഫ് 3x is 3. ആ 3 ഡിനോമിനേറ്ററിലേക്ക് വരും. കോൺസ്റ്റന്റ് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഓർത്ത് വെച്ചാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് 3x 3 is a constant. So e raised to 3x divided by 3. In general, integral of f of ax plus b dx is equal to 1 by a integral f of t dt. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാവുന്നതാണ്. For example, consider integral ax plus b whole raised to n dx. Here, integral is ax plus b whole raised to n plus 1 divided by n plus 1 into 1 by a plus c. ഇതിൻ്റെ ഡെറിവേറ്റീവ് a ആണ്. ax plus b യുടെ ഡെറിവേറ്റീവ് a. ആ a കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Or multiplying by 1 by a. So we get 1 by a x raised to n plus 1 by n plus 1. ആ ഫോം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇൻറ്റഗ്രൽ ഓഫ് x raised to n is ഇൻറ്റഗ്രൽ ഓഫ് x raised to n is x raised to n plus 1 divided by n plus 1. പക്ഷെ ഇവിടെ എക്സ് അല്ല, എക്സിന് പകരം എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓർ മൾട്ടിപ്ലൈയിങ് ബൈ 1 by a. 1 by a എക്സ് പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. Integral of 1 by x is log x. Integral of 1 by ax plus b dx is 1 by a log of ax plus b plus c. Integral of e raised to x is e raised to x plus c. Integral of e raised to ax plus b dx is 1 by a e raised to ax plus b plus c. Integral of root of ax plus b dx is equal to integral of ax plus b whole raised to 1 by 2 dx. Root of ax plus b is ax plus b whole raised to 1 by 2. So, integral of x raised to n is x raised to n plus 1 divided by n plus 1. Integral of ax plus b whole raised to 1 by 2 is
ax plus b whole raised to 1/2 plus 1. 1/2 plus 1 is 3/2. Divide by 3/2 into 1/a. Okay, 1/a കൊണ്ട് multiply ചെയ്യണം. That is equal to, ഇതിൻ്റെ reciprocal വരും 2/3a ax plus b whole raised to 3/2 plus c. Now integral of sin x is minus cos x. Integral of sin ax plus b dx is minus 1/a cos ax plus b plus c, or minus cos ax plus b divided by a. Integral of cos x is sin x. Integral of cos ax plus b dx is sin ax plus b divided by a. Integral of sec square x is tan x. Integral of sec square ax plus b is tan x plus b by a plus c. Integral of cosec square x is minus cot x. Integral of cosec square ax plus b is minus cot x plus b divided by a plus c. Integral of sec x tan x is sec x. Integral of sec x plus b tan x plus b dx is sec x plus b by a plus c. Integral of cosec x cot x is minus cosec x plus c. Integral of cosec x plus b cot x plus b dx is minus cosec x plus b divided by a plus c. Integral of a raised to x is a raised to x divided by log a. Here a raised to bx plus c. Integral of a raised to bx plus c is a raised to bx plus c divided by log a into 1/b. ഓക്കെ, ഈ എയുടെ ലോഗ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ബി എക്സ് പ്ലസ് സിയുടെ ഡെറിവേറ്റീവ് ബി കൊണ്ടും ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ 1/b വരുന്നത്. ഇവിടെ ബി എക്സ് പ്ലസ് സി ആണ്. ഡെറിവേറ്റീവ് ഓഫ് ബി എക്സ് പ്ലസ് സി ഇസ് ബി. സോ 1/b എ റൈസ് ടു ബി എക്സ് പ്ലസ് സി ഡിവൈഡഡ് ബൈ ലോഗ് എ പ്ലസ് സി. ഇൻറ്റഗ്രൽ ഓഫ് എ റൈസ് ടു എക്സ് നന്നായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഇൻറ്റഗ്രൽ ഓഫ് എ റൈസ് ടു എക്സ് ഇസ് എ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എ. ഇപ്പോൾ ഇവിടെ ബി എക്സ് പ്ലസ് സി വന്നു കഴിഞ്ഞാൽ എയുടെ പവർ ബി എക്സ് പ്ലസ് സി എന്ന് വന്നാൽ ബി എക്സ് പ്ലസ് സിയുടെ ഡെറിവേറ്റീവ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 1/b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Integrals of the form f dash of x divided by f of x dx. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് f of x നാണ്. Substitute f of x is equal to t. Differentiating we get f dash of x dx is equal to dt. So given integral becomes, ഇതിനെയാണ് നമ്മൾ t ആയിട്ട് എടുക്കുന്നത്, അപ്പോൾ 1/t എന്ന് കിട്ടും. f dash of x dx ഇത് രണ്ടും ചേർന്നിട്ട് dt ആയിട്ട് മാറും. So given integral becomes integral 1/t dt. Integral of 1/t is log t plus c. p t ഇല്ല സ്ഥലത്ത് f of x തന്നെ എഴുതണം. log of modulus of f of x plus c. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4 ഇക്വേഷൻസ് ഇപ്പോൾ ഡിറൈവ് ചെയ്യും. ഫസ്റ്റ് വൺ, ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇസ് മൈനസ് സൈൻ എക്സ്. ആ സൈൻ എക്സ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ കോസ് എക്സിന് ടി എന്ന് കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു മൈനസ് സൈൻ്റെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. മൈനസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വ്യത്യാസം വന്നാൽ കുഴപ്പമൊന്നും വരില്ല. നമ്മൾ ആ ഫംഗ്ഷന് ടി സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൊടുക്കണം. കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇസ് മൈനസ് സൈൻ എക്സ്. മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. സോ സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ടി. ഈ സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി ടി എന്ന് കൊടുക്കണം. കോസ് എക്സ് ഉള്ള സ്ഥലത്ത് 1/t. സോ ദിസ് ഇന്റഗ്രൽ ബിക്കംസ് ഇന്റഗ്രൽ 1/t ഇൻറ്റു മൈനസ് ഡി ടി. Take minus sign outside the integral. So minus of integral 1/t dt. Integral of 1/t is log t. So minus log t plus c. That is minus log t is cos x. So minus log cos x plus c. That is equal to log of cos x raised to minus 1 plus c. Log of a raised to n is n log a. Okay, log of a raised to n is n log a. ആ റിസൾട്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന ഈ കോൺസ്റ്റന്റ് എയുടെ പവർ ആയിട്ട് പോകും, കോസ് എക്സിന്റെ പവർ ആയിട്ട് പോകും. കോസ് എക്സ് റേസ് ടു മൈനസ് 1. കോസ് എക്സ് റേസ് ടു മൈനസ് 1 ഇസ് 1/cos x. 1/cos x is sec x. So answer is log modulus of sec x plus c. So integral of tan x dx is log of modulus sec x plus c. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. Integral of tan x dx is log of modulus sec x plus c. Now second one, integral cot x dx.
cot x is cos x divided by sin x. Sin x ന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഇരിക്കുന്ന cos x. So substitution is sin x is equal to t. Put sin x equal to t. Derivative of sin x is cos x. So we get cos x dx equal to dt. So given integral becomes 1 by t dt. Sin x നാണ് നമ്മൾ t എന്ന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 1 by t എന്ന് വരും. cos x dx ന് പകരം dt എന്ന് എഴുതണം. So this integral becomes integral 1 by t dt. Integral of 1 by t is log t. So log of modulus t plus c. Now t is equal to sin x. So answer is log of modulus sin x plus c. So integral of cot x is log modulus sin x plus c. Now third one, integral sec x dx. Sec x ന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും വേണം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും sec x plus tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ഒരു എക്സ്ട്രാ ടേം നമ്മളിവിടെ ചേർത്താൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. Now sec x into sec x is sec square x. Sec x into tan x is sec x tan x. Now put sec x plus tan x is equal to t. Derivative of sec x is sec x into tan x. Derivative of tan x is sec square x. So we get sec x tan x plus sec square x dx is equal to dt. അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് കിട്ടും. ഡിനോമിനേറ്ററിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ നമുക്ക് ഡയറക്റ്റ് കിട്ടും. സോ ഗിവൻ ഇന്റഗ്രൽ ബിക്കംസ് ഇന്റഗ്രൽ 1 by t. ഇതാണ് നമ്മുടെ ടി. ഡിനോമിനേറ്റർ ടി വരും 1 by t. ന്യൂമറേറ്റർ മൊത്തം ഡി ടി ആയിട്ട് വരും 1 by t dt. സോ ഇന്റഗ്രൽ ഓഫ് 1 by t dt is log modulus of t. ഇനി ടിക്ക് പകരം sec x plus tan x അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു log ഓഫ് modulus sec x plus tan x plus c. So integral of sec x dx is log of modulus sec x plus tan x plus c. Now fourth one, integral cosec x dx. ഇവിടെയും നമ്മളൊരു ടേം അവിടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. cosec x നെ cosec x മൈനസ് cot x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ന്യൂമറേറ്റർ ബിക്കംസ് cosec x into cosec x is cosec square x. cosec x into minus cot x is minus cosec x into cot x. ഇനി നമ്മൾ ഡിനോമിനേറ്ററിന് ടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ ഇരിക്കുന്നത്. cosec x minus cot x is equal to t. Derivative of cosec x is equal to minus cosec x cot x. Derivative of cot x is minus cosec square x. Derivative of cosec x minus cosec x cot x minus derivative of cot x is minus cosec square x. ആ മൈനസും മൈനസും ചേർന്നിട്ടാണ് ഇവിടെ പ്ലസ് വന്നത്. സോ പ്ലസ് cosec square x dx is equal to dt. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ഇവിടെ കിട്ടി. ന്യൂമറേറ്റർ മൊത്തം വന്നിട്ട് dt ആയിട്ട് വരും. സോ ഇന്റഗ്രൽ ബിക്കംസ് 1 by t dt. Integral of 1 by t dt is equal to log of modulus t plus c. That is equal to log of modulus cosec x minus cot x plus c. So integral of cosec x dx is equal to log of modulus cosec x minus cot x plus c. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയ 4 ഇക്വേഷൻസ് ഇതാണ്. ഇന്റഗ്രൽ ഓഫ് tan x dx is log of modulus sec x plus c. Integral of cot x dx is log of modulus sin x plus c. Integral of sec x dx is log of modulus sec x plus tan x plus c. Integral of cosec x dx is log of modulus cosec x minus cot x plus c. What is integral of sin x? Integral of sin x is minus cos x plus c. Integral of cos x is sin x plus c. അപ്പോൾ നമുക്ക് ഇപ്പോൾ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഇൻറ്റഗ്രൽ അറിയാം. ടാൻ എക്സിന് പകരം ടാൻ എ എക്സ് പ്ലസ് ബി എന്ന് വന്നു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഒരു എ വരും, അല്ലെങ്കിൽ ഇൻറ്റു 1 by a വരും. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ടാൻ ഓഫ് integral tan ax plus b dx is 1 by a log sec ax plus b plus c. Integral of cot ax plus b dx is 1 by a log sin ax plus b plus c. Integral of sec ax plus b dx is 1 by a log modulus of sec ax plus b plus tan ax plus b plus c. Integral of cosec ax plus b dx is 1 by a log cosec ax plus b minus cot ax plus b plus c.
സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്കിപ്പോൾ സോൾവ് ചെയ്യാം. ഇന്റഗ്രൽ 1/1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. സോ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഹിയർ ഡിനോമിനേറ്റർ ഇസ് 1, we have to take denominator cos x. So we get cos x plus sin x divided by cos x. Now take reciprocal of this denominator. So we get cos x divided by cos x plus sin x. Now this cos x we can write it as 2 cos x by 2. Cos x is 2 cos x divided by 2. Now 2 cos x is cos x plus cos x. Then add sin x minus sin x. That is numerator we can write it as cos x plus sin x plus cos x minus sin x divided by 2. ഓക്കെ, അതായത് ഈ ഡിനോമിനേറ്റർ നമുക്ക് ഇവിടെ വരുന്ന പോലെ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യണം. ഇവിടെ കോസ് എക്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2 എന്ന് മനസ്സിൽ കാണണം. 2 ഇൻറ്റു കോസ് എക്സ് ഇസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ്. അതിനുശേഷം അവിടെ സൈൻ എക്സ് എന്ന് പറഞ്ഞ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് 0 ആണ്. ഇപ്പോൾ 2 കോസ് എക്സ് വരും, 2 ക്യാൻസൽ ചെയ്താൽ കോസ് എക്സ് തന്നെ കിട്ടും. ഈ കോസ് എക്സിനെ നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് എഴുതണം. അങ്ങനെ എഴുതാൻ കാരണം ഡിനോമിനേറ്റർ നോക്കിയിട്ട് വേണം നമ്മൾ അങ്ങനെ എഴുതാൻ. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഉണ്ട്, അതേ ടേംസ് ഇവിടെ വരുന്ന പോലെ എഴുതണം. ഇപ്പോൾ ഇവിടെ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് വന്നു, പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് വന്നു. ഈ രണ്ട് ടേമിനെ ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 1/2 നമ്മൾ കോമൺ ആയിട്ട് പുറത്ത് വെച്ചിട്ട് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എടുക്കണം. ആദ്യത്തെ രണ്ട് ടേംസിനെ കമ്പൈൻ ചെയ്തെടുക്കുക, ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റ് വരുന്ന രണ്ട് ടേംസിനെ കമ്പൈൻ ചെയ്തിട്ട് ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് 1 വരും. പിന്നെ ഇരിക്കുന്നത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ ഇരിക്കുന്നത്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇത് എഫ് ഓഫ് എക്സ്, ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ഇവിടെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. സോ ഇന്റഗ്രൽ 1/1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. രണ്ട് ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇവിടെ കോസ് എക്സ് പ്ലസ് സൈൻ എക്സിന് ടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. Let cos x plus sin x is equal to t. Derivative of cos x is minus sin x. Derivative of sin x is cos x. So we get minus sin x plus cos x dx is equal to dt. അപ്പോൾ ന്യൂമറേറ്ററിന് പകരം dt എന്ന് എഴുതാം. ഡിനോമിനേറ്റർ t ആണ്. So second integral is integral 1/t dt. First integral 1 dx plus second integral is integral 1/t dt. Integral of 1 dx is x, integral of 1/t dt is log of modulus t plus c. Now replace this t by cos x plus sin x. So x plus log of modulus cos x plus sin x plus c. ആദ്യത്തെ ഇന്റഗ്രലിന് സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമില്ല. ഇന്റഗ്രൽ 1 dx x തന്നെ കിട്ടും. രണ്ടാമത്തെ ഇന്റഗ്രലിൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ ഇരിക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1/t ഫോമിലേക്ക് വന്നു. ഇന്റഗ്രൽ ഓഫ് 1/t ലോഗ് ടി. അതിനുശേഷം ടിക്ക് പകരം കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. നൗ സെക്കൻഡ് വൺ, ഇന്റഗ്രൽ ഓഫ് 1/x പ്ലസ് എക്സ് ലോഗ് എക്സ് ഡി എക്സ്. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് എക്സ് ലോഗ് എക്സ് ആണ് ഇരിക്കുന്നത്. എക്സ് കോമൺ ആണ്, കോമൺ ടേം നമുക്ക് ബ്രാക്കറ്റിന് പുറത്തേക്ക് വെക്കാം. സോ ഇന്റഗ്രൽ ഇസ് ഇന്റഗ്രൽ 1/x ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. 1 പ്ലസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. ഡെറിവേറ്റീവ് ഓഫ് 1 ഇസ് 0. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇസ് 1/x. സോ ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് ലോഗ് എക്സ് ഇസ് 1/x. ആ 1/x ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അതിന്റെ ഡെറിവേറ്റീവ് ആണ് 1/x. അപ്പോൾ നമ്മൾ ഈ 1 പ്ലസ് ലോഗ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. 1 പ്ലസ് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ടി. Derivative of 1 plus log x is 1/x dx equal to dt. So this integral becomes integral 1/t dt. ഇതാണ് നമ്മുടെ t. അപ്പോൾ അത് 1/t ആയിട്ട് വരും. 1/x dxന് പകരം dt എന്ന് എഴുതണം. So we get 1/t dt. Integral of 1/t is log modulus of t plus c. That is equal to log of modulus 1 plus log x plus c. Now third one.
ഇന്റഗ്രൽ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് എ ഡി എക്സ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എക്സ് പ്ലസ് എക്കാണ്. പുട്ട് എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു ടി. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് എ ഇസ് ഡി എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ടി ഇസ് ഡി ടി. dx is equal to dt എന്ന് കിട്ടും. Now from this equation x is equal to t minus a. ഈ x ഉള്ള സ്ഥലത്ത് t minus a എന്ന് കൊടുക്കണം. x plus a t ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. So this integral becomes sin t minus a divided by sin t. ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന x ന് പകരം t minus a എന്ന് കൊടുക്കണം. Now this is of the form sin x minus y. Sin x minus y is equal to sin x cos y minus cos x sin y. ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. Sin of x minus y is equal to sin x cos y minus cos x sin y. So sin t minus a is equal to sin t cos a minus cos t sin a divided by sin t dt എന്ന് വരും. A is a constant. Okay, integral is with respect to t. A is a constant. So cos a sin a are constants. ഈ കോൺസ്റ്റൻസിനെ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് വെക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ സൈൻ ടി എന്ന് എടുക്കണം, സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ സൈൻ ടി എന്ന് എടുക്കണം. ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ സൈൻ ടി എടുത്തു കഴിഞ്ഞാൽ സൈൻ ടി കോസ് എ ഡിവൈഡ് ബൈ സൈൻ ടി ഇസ് കോസ് എ. സൈൻ ടി ക്യാൻസൽ ചെയ്ത് പോകും, കോസ് എ ഉണ്ടാകും. സെക്കൻഡ് ടേം സൈൻ എ കോൺസ്റ്റന്റ് ഇവിടെ സൈഡിൽ വെച്ചു, cos t divided by sin t. Okay, so we can split this integral into two integrals. Integral of cos a dt minus integral of sin a cot t dt. Cos by sin is cot. So cot t dt. Integral of cos a dt. Cos a is a constant. So cos a into integral of 1 dt. Integral of 1 dt വരും. Cos a constant ഇന്റഗ്രലിനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ cos a into integral 1 dt minus sin a constant ഇന്റഗ്രലിന് പുറത്തേക്ക് വെക്കണം. Integral of cot t dt. Integral of 1 dt is equal to t. So first term is cos a t. First term is cos a into t minus sin a into integral of cot t is log modulus sin t. So second term is minus sin a log modulus of sin t plus c. Now replace t by x plus a. So we get cos a into x plus a minus sin a into log of sin x plus a plus c. നമ്മൾ tക്ക് കൊടുത്തിരിക്കുന്നത് x plus a. അപ്പോൾ t ഉള്ള സ്ഥലത്ത് x plus a എന്ന് എഴുതണം. So answer is cos a x plus a minus sin a log sin x plus a plus c. Cos a into x plus a is cos a into x, that is x into cos a plus a into cos a. Okay, a into cos a minus sin a log modulus of sin x plus a plus c. ഇനി a cos a ഇത് കോൺസ്റ്റന്റ് ആണ്, ഇതിനെ നമ്മൾ സിയുടെ കൂടെ എടുക്കണം. a cos a plus c നെ ചേർത്തിട്ട് c1 എന്ന് എഴുതണം. So we get x into cos a minus sin a log modulus of sin x plus a. ഈ കോൺസ്റ്റന്റ് ഇത് രണ്ടും ചേർത്തിട്ട് c1 എന്ന് എഴുതാം. Fourth one, integral 1 by 1 plus e raised to x dx. ഇവിടെ ഫംഗ്ഷനോ അതിൻ്റെ ഡെറിവേറ്റീവോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 1നെ ഡിനോമിനേറ്ററിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ 1 is equal to 1 plus e raised to x minus e raised to x ആയിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ ഒരു e raised to x എന്ന് പറഞ്ഞ ടേം നമ്മളിവിടെ ചേർത്തു, e raised to x ആഡ് ചെയ്തു, e raised to x മൈനസ് ചെയ്തു, 1 തന്നെ കിട്ടും. അപ്പോൾ ഈ 1നെ 1 plus e raised to x minus e raised to x ആ ഫോമിൽ എഴുതണം. ഡിനോമിനേറ്റർ ഫോമിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളത് ചെയ്യുന്നത്. ഡിനോമിനേറ്റർ എന്താണെന്ന് ഇരിക്കുന്നത് അത് നോക്കിയിട്ട് വേണം ന്യൂമറേറ്ററിനെ ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് ടേംസ് കമ്പൈൻ ചെയ്യുക. 1 plus e raised to x ഡിവൈഡഡ് ബൈ 1 plus e raised to x എടുക്കണം, മൈനസ് e raised to x ഡിവൈഡഡ് ബൈ 1 plus e raised to x ആയിട്ട് എടുക്കണം. സോ 1 plus e raised to x ഡിവൈഡഡ് ബൈ 1 plus e raised to x minus e raised to x divided by 1 plus e raised to x. Now 1 plus e raised to x divided by 1 plus e raised to x is 1 minus second term is e raised to x divided by 1 plus e raised to x. ഇനി ഇന്റഗ്രലിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1 dx എന്ന് കിട്ടും മൈനസ് ഇന്റഗ്രൽ e raised to x divided by 1 plus e raised to x dx. What is derivative of 1 plus e raised to x? Derivative of 1 is 0. Derivative of e raised to x is e raised to x. So derivative of 1 plus e raised to x is e raised to x. ഇത് ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ ഇരിക്കുന്നത്.
ഇന്റഗ്രൽ ഓഫ് 1 dx നമുക്കറിയാം എക്സ് ആണ്. ഇനി രണ്ടാമത്തതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇത് എഫ് ഓഫ് എക്സ്, ന്യൂമറിക്കലി ഇരിക്കുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ്, ആ ഫോമിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എഫ് ഓഫ് എക്സിന് ടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. 1 പ്ലസ് ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ടി, ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി, ഡെറിവേറ്റീവ് ഓഫ് 1 0, ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇസ് ഇ റേസ് ടു എക്സ്. So e raised to x dx is equal to dt. So this integral becomes 1 by t dt. ഇതാണ് നമ്മുടെ t. ഇപ്പോൾ 1 by t എന്ന് വരും. e raised to x dxന്റെ പകരം dt എന്ന് വരും. So integral 1 by t dt. So given integral I is equal to integral 1 dx minus integral 1 by t dt. Integral of 1 is x. Integral of 1 by t is log t. So log modulus of t plus c. Now replace t by 1 plus e raised to x. So answer is x minus log 1 plus e raised to x plus c. Now fifth one, integral dx divided by e raised to x minus 1. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ 1ഉം ഡിനോമിനേറ്ററിൽ -1 ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 1നെ ആദ്യം -1 ആക്കി മാറ്റണം. 1 is equal to minus of -1. ഈ മൈനസിനെ ഇന്റഗ്രൽ പുറത്ത് വെക്കണം. -1ന്റെ കൂടെ ഒരു ഇ റേസ് ടു എക്സ് ആഡ് ചെയ്യണം, ഇ റേസ് ടു എക്സ് സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, 1നെ നമ്മൾ ആദ്യം -1 ആക്കി മാറ്റി. 1 is minus of -1. ഈ മൈനസിനെ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് വെച്ചു. -1ന്റെ കൂടെ ഇ റേസ് ടു എക്സ് ആഡ് ചെയ്തു, ഇ റേസ് ടു എക്സ് സബ്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ, -1 തന്നെ കിട്ടും നമുക്ക്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഡിനോമിനേറ്ററിന്റെ ഫോമിലേക്ക് ന്യൂമറേറ്ററിനെ മാറ്റി. So numerator is e raised to x minus 1 minus e raised to x divided by e raised to x minus 1. ആദ്യത്തെ രണ്ട് ടേം കമ്പൈൻ ചെയ്തെടുക്കുക, ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 എടുക്കുക, മൈനസ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1. സോ ഗിവൻ ഇന്റഗ്രൽ ഇസ് മൈനസ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 മൈനസ് സെക്കൻഡ് ടേം ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1. ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും, 1 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ടേം നോക്കിയേ, ഇ റേസ് ടു എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് ആണ് ഇ റേസ് ടു എക്സ്. അതായത് ഇത് എഫ് ഡാഷ് ഓഫ് എക്സും ഇത് എഫ് ഓഫ് എക്സും ആണ്. ഇപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇ റേസ് ടു എക്സ് മൈനസ് 1നെ ടി ആയിട്ട് എടുക്കണം. ഇ റേസ് ടു എക്സ് മൈനസ് 1 is equal to t, e raised to x dx is equal to dt. Derivative of e raised to x is e raised to x, derivative of minus 1 is 0. So derivative of e raised to x minus 1 is e raised to x dx, derivative of t dt. So this integral is integral 1 dx minus integral 1 by t dt. ഇതാണ് നമ്മൾ t, ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന e raised to x minus 1 ആണ് t. അപ്പോൾ 1 by t e raised to x dxന് പകരം dt എന്ന് എഴുതണം. Integral of 1 is x. Integral of 1 by t is log modulus of t. So minus x minus log modulus of t plus c. Now replace this t by e raised to x minus 1. So minus of x minus log e raised to x minus 1 plus c. ഇനി മൈനസ് ബ്രാക്കറ്റിന്റെ അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ minus x plus log e raised to x minus 1 plus c എന്ന് കിട്ടും. Okay, so answer is minus x plus log of modulus e raised to x minus 1 plus c. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡിലെ 2 ഫോംസിന്റെ പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ഇന്ന് സോൾവ് ചെയ്തത്. ഇനി അതിൽ 4 ഫോംസ് ഉണ്ട്. അതിന്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ സോൾവ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡ് വളരെ ഈസി ആയ ഒരു മെത്തഡാണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.